ഇത് ഒരു ഗംഭീര ക്രൈം ത്രില്ലറാണ്. ആ പേരിൽ തന്നെ ഒരു കാഴ്ചക്കാരനായി നമ്മളെ വഷളാക്കുന്ന ദി പ്രൊട്ടക്ടർ എന്ന സിനിമ ഷൈൻ ടോം ചാക്കോയും മണിക്കുട്ടനും പ്രധാന വേഷത്തിൽ എത്തുന്നതോടെ ആകാംക്ഷ ഉയരുന്നു. GM മനസ്സംവിധാനം ചെയ്ത് റോബിൻസ് മാത്യു നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം ഒരു ഗ്രാമം അരവാദക്കുഴിയെയാണ് പശ്ചാത്തലമാക്കുന്നത്. മനയ്ക്കൽ തറവാട്ട് എന്ന പൗരാണിക കുടുംബത്തിന്റെ ചരിത്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങളും കൂടിയാണ് കഥയുടെ മജ്ജിയായിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ എന്ന തരത്തിൽ ആണെങ്കിലും പിന്നീട് അതൊരു ശുദ്ധ ക്രൈം ത്രില്ലറായിത്തീരുന്ന വിധത്തിൽ തിരക്കഥാകൃത്ത് അജേഷ് ആന്റണി ഗംഭീരമായി എഴുതിയിട്ടുണ്ട്. ഒരു രാത്രിയിൽ ഉണ്ടാകുന്ന കൊലപാതകം, അപ്രത്യക്ഷമാകുന്ന മൂത്ത മകൻ, അനാഥയായി ബാക്കിയാകുന്ന കുഞ്ഞുമകളെ ഡോക്ടർ ഏറ്റെടുത്ത് വളർത്തുന്നത്. ഈ മുഴുവൻ ശൃംഖല നമ്മളെ കടുപ്പത്തിൽ നമുക്ക് അടുപ്പിച്ചു കൊണ്ടുപോകുന്നു. വർഷങ്ങൾക്ക് പുറത്ത് ആ കുട്ടി ആവണി ആ നാട്ടിലെ എല്ലാവരുടെയും ഇഷ്ടയായിത്തീരുന്നു. അതിനിടയിലാണ് സത്യ എന്ന സിയുടെ എൻട്രി. ശുദ്ധ സത്യസന്ധതയോടെ സത്യയുടെ വരവോടെ തന്നെ പഴയ കൊലപാതകവും പുതിയ രഹസ്യങ്ങളും വീണ്ടും പുറത്തുവരാൻ തുടങ്ങുന്നു. മറ്റൊരു കൊലപാതകം വീണ്ടും മനയ്ക്കൽ തറവാട്ടിൽ. ഇതോടെ കഥയാകെ ഒരു ആക്ഷൻ ത്രില്ലറിന്റെ പാഠത്തിൽ കടന്നു പോകുന്നു. ഓരോ ട്വിസ്റ്റും വളരെ കൃത്യതയോടെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. മിനിറ്റായും മുന്നോട്ട് നയിക്കുന്ന കട്ടതിരക്കഥ, ചുരുങ്ങാതെ ഒതുക്കിയ എഡിറ്റിംഗ്, അറ്റ്മോസ്ഫിയറിക് വിജയം, കാഴ്ചകളെ മനോഹരമായി പിടിച്ചുപറ്റുന്ന ക്യാമറ വർക്കുകൾ ഇവയെല്ലാം കൂടി ഈ സിനിമയെ ഒരു അടിപൊളി ത്രില്ലറാക്കുന്നു. മറ്റു അഭിനേതാക്കളായ തലൈവാസൽ വിജയ്, മോട്ട് രാജേന്ദ്രൻ, സുധീർ കരമന തുടങ്ങി നിരവധി കിടിലൻ പെർഫോമൻസുകളുണ്ട്. കൂടാതെ ഡയാന എന്ന പുതുമുഖ നായികയുടെ പ്രകടനവും ശ്രദ്ധേയമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദ പ്രൊട്ടക്ടർ ഒരു കിടിലൻ തിയേറ്റർ അനുഭവമാണ്. നിങ്ങൾ ക്രൈം ത്രില്ലറുകൾക്ക് ആരാധകനാണെങ്കിൽ ഈ സിനിമ ഒരു മിസ് ചെയ്യരുത്.